കോഴിക്കോട് പിടിയിലായ ബംഗ്ലാദേശികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മാവൂരിൽ നിന്നാണ് ബംഗ്ലാദേശികളെ പിടികൂടിയത്. കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ ഇവരെ ചോദ്യം ചെയ്യും. റിയാസ് KM ചേരുന്നു വിവരങ്ങളുമായി. റിയാസ്, ഏതായാലും ഈ പിടിയിലായ ബംഗ്ലാദേശികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ കേന്ദ്ര ഏജൻസികൾ അടക്കം ചോദ്യം ചെയ്യാനുള്ള നീക്കമാണുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? 3 ബംഗ്ലാദേശികളെയാണ് മാവൂർ പോലീസ് കോഴിക്കോട് നിന്ന് പിടികൂടിയത്. കോഴിക്കോട് മാവൂരിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇവർ ജോലിക്കും മറ്റുമായി മാവൂരിൽ എത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് പിടിയിലായവരുടെ പേര് എന്ന് പറയുന്നത് മുഹമ്മദ് മുല്ല ഹുസൈൻ, ഹസൻ അലി, മെഹദി ഹസൻ എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ വ്യാജമായി ആധാർ രേഖകൾ ചമച്ചാണ് കേരളത്തിലേക്ക് വന്നത്. അതായത് ഇന്ത്യക്കാരാണ് എന്ന തരത്തിലാണ് കേരളത്തിൽ എത്തിയത്. ഇവർ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതുപോലെ ഈ സാധാരണയായി ബംഗ്ലാദേശിൽ നിന്ന്, ഇന്ത്യയുടെ അയൽ സംസ്ഥാനമാണ്, അയൽ രാജ്യമാണ്, ഈ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായി കുടിയേറുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം ധാരാളമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി തൊഴിലും മറ്റുമൊക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് ഇങ്ങനെ കേരളത്തിൽ വ്യാജ ആധാർ രേഖ ചമച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇവരുടെ ഫോണുകളൊക്കെ പോലീസ് പരിശോധനാ വിധേയമാക്കുന്നുണ്ട്. ഇവർക്ക് മൊബൈൽ ഫോൺ ഇതായതും മാത്രമല്ല ഇന്ത്യൻ നമ്പർ, സിം കാർഡ് എങ്ങനെ ലഭിച്ചു എന്നുള്ളത്, ഇതോടൊപ്പം സിമ്മുകൾ എങ്ങനെയാണ് ലഭ്യമായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർക്കെതിരെ രാജ്യത്തേക്ക് അതിക്രമിച്ചു കടക്കൽ, ഒപ്പം തന്നെ RW21 ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് എന്നീ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവർക്ക് ഈ സിമ്മുകൾ ലഭിക്കാനിടയായ സാഹചര്യം വ്യാജ ആധാർ രേഖ കാണിച്ചു തന്നെയാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം. ഇവരെ ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഇനി വിശദമായി ചോദ്യം ചെയ്യും. ഇവർക്ക് മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടായിരുന്നോ, എങ്ങനെയാണ് ഇവർ അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറിയത്, പിന്നീട് കേരളത്തിൽ എങ്ങനെ എത്തി, കോഴിക്കോട് മാവൂരിൽ എങ്ങനെ എത്തി തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. ശരി, എന്തായാലും കോഴിക്കോട് പിടിയിലായ ബംഗ്ലാദേശികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാവൂരിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ ഇവരെ ചോദ്യം ചെയ്യും. റിയാസ് KM വിവരങ്ങൾ നൽകിയത്.